കുക്കിംഗ് ക്രീം കുറച്ചങ്ങായിട്ട് കൊടുക്കുക, നല്ല തിക്നെസ് ആവട്ടെ. പാലില്ലേ ആ സാധനം ഉണ്ട് അതുപോലെ തന്നെ സാധനം തെറിച്ചു. അപ്പോൾ പച്ചമാരെ നമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മട്ടൻ്റെ കുറുമയാണ്. മട്ടൻ്റെ കുറുമ നമ്മ മട്ടൻ നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് ഒരു 1.5 മണിക്കൂർ ബോയിൽ ചെയ്തിട്ട് ഇടാം. ഈ ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയും, കുറച്ച് ഒനിയനും ഗാർലിക്കും ജിഞ്ചറും പച്ചമുളകും ഇടണം കേട്ടോ. എന്നിട്ട് പറ്റിയ ഡ്രൈ ഗരം മസാലാസ് ഇടണം. എന്നിട്ട് ഇതങ്ങോട്ട് ബോയിൽ ചെയ്തിടണം. കോക്കനട്ട് ഓയിൽ അങ്ങനെ നൈസായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏലക്ക ഗ്രാമ്പൂ മറ്റേ പട്ട അതെല്ലാം ഇടണം കേട്ടോ. ഒരു 4 കിലോ മട്ടന് ആണ് ഇത്രയും കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക, കുറച്ച് 1 ടേബിൾ സ്പൂൺ കടുക്. ജീരകം ഇട്ട് കൊടുക്കുക. ഇനി പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ. ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചോപ്പിട്. ഗാർലിക് 1 വലിയ ടേബിൾ സ്പൂൺ ചോപ്പിട്. ബേ ലീഫ് ഇപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു ഇപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഒനിയൻ ഇട്ട് കൊടുക്കുക, 3 മതി. 1 കിലോ ഒനിയൻ മതി. 1 കിലോ ഒനിയൻ കുറുമയല്ലേ, കുറുമക്ക് അത്ര ഒനിയൻ മതി. അപ്പം ഇട്ട് കൊടുക്കുക. കുറച്ചും കൂടി പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് കുറച്ചും കൂടി ഇടുക. പച്ചമുളകാണ് ഇതിൻ്റെ മെയിൻ ഒരു എന്താ പറയുക, പച്ചമുളകും കുരുമുളക് ഇതിൻ്റെ മെയിൻ. കാരണം മുളക് പൊടി നമ്മൾ ഇതിലിടണല്ലോ. അപ്പോൾ പിന്നെ 1 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുക എരിവിന്. നമ്മുടെ വേപ്പല കറിവേപ്പല നല്ല ഫ്രഷ് ആണ്, പൊളിച്ച അതിനോട് കഴിഞ്ഞ ദിവസം വന്നാണ് അറിയാലോ. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ സീക്രട്ട് ഗരം മസാല ഹോം മെയ്ഡ് പൊടിച്ചത് കേട്ടോ, 1 ടേബിൾ സ്പൂൺ. നമ്മൾ അരച്ച് വെച്ച ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ കപ്പലിൽ ഇങ്ങനത്തെ കുറുമാസും അടിപൊളി ഡെലിക്കസി ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയിലായിട്ട് ഉണ്ടാക്കണം. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തക്കാളിയും കൂടി അങ്ങോട്ട് കൊടുക്കാം. കുറച്ച് പോയി കേട്ടോ, കുറച്ച് തക്കാളി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സും 4 ടൊമാറ്റോയും കൂടെ അരച്ചെടുക്കാം കേട്ടോ. കേട്ടോ അവിടെ ആരപ്പങ്ങ ഇടാം. നല്ല കശുവണ്ടി ഇല്ലേ, കശുവണ്ടി ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ. ഇത്രയും കശുവണ്ടി അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എടുത്ത് കൊടുക്കാം. കശുവണ്ടി ഇടാം, കശുവണ്ടി അരപ്പ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കണം മട്ടൻ അങ്ങോട്ട് കൊടുക്കാം. റിബൊക്കെ ഇട്ടിട്ടുണ്ടോ? റിബുണ്ട്, ഒരു കാലുണ്ടായാലോ. റിബുണ്ട്, ചോപ്സ് ഉണ്ട്, പിന്നെ കാലുണ്ട്. ഇതെല്ലാം കൂടി ഉള്ളൊരു കുറുമണത് ഇപ്പോൾ നല്ലോണം തിളക്കട്ടെ. അങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും കൂടി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ കുറുമക്ക് വേണ്ടി. ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്ത് വരുന്ന ടൈം മാത്രം മതി. ഇത് റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പരിപാടി ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ഗീ ഒഴിക്കാം, നെയ്യിട്ട നല്ല കുറച്ച് കാഷ്യൂനട്ട് അങ്ങോട്ട് കൊടുക്കുക. പാലല്ലേ, തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ തേങ്ങ 1-ാം പാലായാലും 2-ാം പാലായാലും കുഴപ്പമില്ല. ഇവിടെ ഒറ്റപ്പാലുള്ളൂ, അതുകൊണ്ട് തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. നല്ല ഉണക്കമുന്തിരിയും കൂടെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേ ഈ ഉണക്കമുന്തിരിയും കാഷ്യൂനട്ടും നേരെ ഇതിലോട്ട് അങ്ങോട്ട് ഇടാം. പൊട്ടറ്റോ ഫുള്ള് കുക്കാവരുത് കേട്ടോ. ഇനി പൊട്ടറ്റോ കുക്കായില്ലെങ്കിലും അടച്ചു വെച്ചാൽ മതി. പൊട്ടറ്റോ താനെ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കുക്കായിക്കോളും. എന്നിട്ട് അങ്ങടെ ഇളക്കുക. ഇനി ഉപ്പ് നോക്കാം, എല്ലാ കാര്യങ്ങളും നോക്കാം. ഇനിയുണ്ട് കേട്ടോ, അവസാനം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പൊളി. ഇനി നമുക്ക് നമ്മുടെ സീക്രട്ട് ഗരം മസാല കണ്ടാ ഒരു ടേബിൾ സ്പൂൺ കൂടി കണ്ട് ഇട്ട് കൊടുക്കാം മുകളിലേക്ക്. ഇതാണ് മോനെ സ്വർഗം. ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, നല്ല റൊട്ടിയുടെ കൂടെ ഇതൊക്കെ അങ്ങോട്ട് കഴിച്ചാലേ, ഈ സാധനം അങ്ങോട്ട് കഴിച്ചാലേ പൊളിയാണ്. ഇത് കുറച്ച് ബട്ടറൊക്കെ അവസാനമൊക്കെ ഇട്ട് മല്ലിയിലേക്ക് ഇട്ട് അങ്ങോട്ട് കളിച്ചാലേ നല്ല തിള കുറുമ, മട്ടൻ കുറുമ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മച്ചന്മാര് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് ഇടാം കേട്ടോ. കണ്ടാ നല്ല കുറുകി വന്നേക്കെ കണ്ടാ. ഇനി കുറുക്കാനായിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചിങ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല അവസാനത്തെ ടച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുക്കിംഗ് ക്രീം കുറച്ചങ്ങായിട്ട് കൊടുക്കുക, നല്ല തിക്നെസ് ആവട്ടെ. ഇളകുക.
ഓ ഇവിടെ എടുത്തോടൊന്ന് അങ്ങനെയുണ്ട് സാധനം കാണാൻ വന്നാണ്ട. നല്ല പോളി ഗരം മസാല, നല്ല മട്ടൺ സ്റ്റൂ, നല്ല മല്ലിയിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ടില്ലേ അങ്ങോട്ട്. അച്ഛൻ ഇതിന് സ്റ്റൂ കൊടുക്കട്ടെ. നോക്കി കണ്ട നല്ല എല്ലും നല്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല ഇതെനിക്കുള്ള സാധനം ഉണ്ടാ. അപ്പം ഈ സ്റ്റൂവും നമ്മുടെ കൂടെ ഇന്ന് കഴിക്കാനുണ്ടല്ലേ. ഇതേ എന്താണെന്നറിയത് ആലു പൊറോട്ട കണ്ടാ. ആലു പൊറോട്ട ഫ്രോസൺ ആണിത്. ഇന്ന് ഡ്രില്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ആലു പൊറോട്ട ഫ്രോസൺ ഐറ്റംസ് എടുക്കുന്നത്. ഡ്രില്ല് അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ വൈകിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്. അപ്പോൾ സ്റ്റൂവിൻ്റെ കൂടെ നമുക്ക് ഇന്ന് ആലു പൊറോട്ട എന്തേ ബ്രൊക്കോളിയും ആലും കൂടി ഉള്ളൊരു സംഭവം ഉണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ മഷ്റൂം സ്പെഷ്യൽ വെജിറ്റേറിയൻസിന് മഷ്റൂമിൻ്റെ ഒരു അടിപൊളി സബ്ജി ഉണ്ട്. അപ്പം മച്ചന്മാരെ നമ്മതേ ഇന്ന് കഴിക്കാൻ പോകുന്നത് നല്ല മട്ടൻ്റെ റിബ്സും മട്ടൻ്റെ സ്റ്റൂ ഇല്ലേ, മട്ടൻ്റെ സ്റ്റൂവിൻ്റെ പരിപാടിയാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പം കൂടെ നമുക്ക് കഴിക്കാനുണ്ട് ആലു പൊറോട്ട ഉണ്ട്, ഉച്ചക്കത്തെ മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഈ മീൻ വറുത്തതിൻ്റെയൊക്കെ റെസിപ്പി സീക്രട്ട് റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ. മഷ്റൂം ഉണ്ട്, കുറച്ച് ബ്രോക്കോളി പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ട്, കുറച്ച് റൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ താരമായ പൈനാപ്പിൾ തൈര് കറി, പൈനാപ്പിൾ മോര് കാച്ചതും. പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇതിൻ്റെ റെസിപ്പി, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണ പോലെയല്ല. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പം എല്ലാം കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മച്ചന്മാരെ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയ, ഞാൻ തന്നെ എൻജോയ് ചെയ്ത് പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഷിപ്പിൽ വന്നിരുന്നിട്ട് സമാധാനമായിട്ട് ഫുഡ് കഴിക്കണം. അതിൻ്റെ ഒരു സുഖം അത് വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ താരമായ മട്ടൺ സ്റ്റൂവിൻ്റെ ആ റിബ് തന്നെ ആദ്യം എടുക്കുക. റിബില്ലേ ഈ സാധനമാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. റിബ് അടിപൊളി ടേസ്റ്റാണ്. ജസ്റ്റ് ഇതെങ്ങനെ കഴിക്കണത് ഞാൻ കാണിച്ചു തരാം. ഇത് കിടത്തിട്ട് കേൾക്കണേ സംഭവം കഴിഞ്ഞിട്ടുള്ളൂ. ആ കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും തേങ്ങാപ്പാലും ക്യാരറ്റിൻ്റെയും പൊട്ടൻ്റെയും ഫ്ലേവർ അങ്ങനെ ഇറങ്ങിയിട്ട് ഗരം മസാലയിൽ ഈ മട്ടൻ്റെ മീറ്റ് അങ്ങ് കയറി പിടിച്ചിട്ടുള്ള ടേസ്റ്റില്ലേ, കുരുമുളക് പൊടി ഒരു രക്ഷയില്ല, അടിപൊളി. ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആലു പൊറോട്ട ഇന്ന് ഡ്രില്ലുള്ള കാരണം നമുക്ക് ഫ്രഷ് പൊറോട്ടയും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മൊന്നും ആലു പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പൊന്നാളിയാ വേറെ ലെവൽ സാധനം. അടുത്ത പീസ് ഏതാണ് അത് തന്നെ നമ്മുടെ കാല് പീസ്. മട്ടൻ്റെ ആ ഒരു സ്റ്റൂവിൽ 1.5 മണിക്കൂർ വെന്ത ഒരു കാലില്ലേ, ആ സാധനം ഉണ്ടത്. ഈ സാധനം എടുത്തിട്ടില്ലേ, അടിപൊളി. കശുവണ്ടി നെയ്യിൽ വറുത്ത് അങ്ങനെ എടുക്കാം. എന്നിട്ട് അപ്പം തന്നെ കുറച്ച് ക്യാരറ്റും പൊട്ടാറ്റോ കൂടെ ഞങ്ങൾ കഴിക്കാം. അത് പൊന്നാളിയാ കണ്ട ആ ഒരു മാംസം കണ്ട, ഒരു വെന്ത് ഉടഞ്ഞ ഒരു സാധനം കണ്ട. മട്ടൻ പായ കഴിച്ചിട്ടുണ്ടായിരുന്നു, മട്ടൻ പായ ഇല്ലേ, അത് ഇതുപോലെ തന്നെ. സാധനം തെറിച്ച് വന്നണ്ട എന്നാ എന്തിട്ടാണത്, നമ്മുടെ മട്ടൻ്റെ ഉള്ളിലാ ആ ഒരു മജ്ജ. കൂടെ കുറച്ച് പൊട്ടാറ്റോ കൂടി ബാലൻസായി. അപ്പോൾ ഈ സംഭവം അങ്ങോട്ട് അടിയോ കേട്ടോ. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ മറ്റേ മട്ടനും മസാല, ആ ഒരു തിക്ക് ഗ്രേവി, ആ പച്ചക്കായൊക്കെ ഇട്ടിട്ട്, അതിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്ട. ഇത് നമ്മൾ മീഡിയം, അതേ എരിവില്ല, മസാലയില്ല, ഒന്നുമില്ല. ഈ ഒരു കളർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത് മഞ്ഞപ്പൊടി ഇട്ടേണ്ടി വരും. നിങ്ങൾ മഞ്ഞപ്പൊടി ടോട്ടലി ഒഴിവാക്കിയാൽ വൈറ്റ് കളറാവും കേട്ടാ. അപ്പം അടുത്ത പീസ്
അടുത്ത പീസ് എന്നിട്ടാണെന്നറിയോ, ലാം ചോപ്പാണ്. നെയ്യില്ല, നെയ്യ് സൈഡിലിരിക്കണ്ട. ആ നല്ല സാധനം വാങ്ങണ്ട, ഒറ്റക്കടിയിൽ ഇങ്ങനെ കപ്പലിൽ ഇങ്ങനെ സമാധാനമായിട്ട് ആളും ബഹളവും ഒന്നുമില്ല ഇവിടെ. ഒരു 8 മണിയാവും. എന്നിട്ട് സമാധാനമായിട്ട് സമയം എടുത്തിട്ട് നമ്മ ഉണ്ടാക്കിയ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഭക്ഷണം അതിങ്ങനെ ഇരുന്ന് കഴിക്കാം എന്നുള്ള ആ ഒരു, അത് ഷെഫായത് കൊണ്ടുള്ള കുറേ ഗുണങ്ങളും കുറേ ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങളെന്ന് വെച്ചാൽ നമ്മ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമ്മ പണിയെടുക്കണം. ഇപ്പോൾ ഒരു ഓണായാലും വിഷു ആയാലും എന്തായാലും നമ്മൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കുക. അവർ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അവരെ ഹാപ്പി ആക്കുക എന്നുള്ള സംഭവം, ആ ഒരു ജോബാണ് നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യാവില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ടൈം ഉണ്ടാവില്ല, നമുക്ക് വേണ്ടി എന്നുള്ളൊരു ടൈം ഉണ്ടാവില്ല. ആ ടൈം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഷെഫ് ലൈഫ്, കരിയർ. എന്തില്ലേ മഷ്റൂം കേട്ടോ, ഒന്ന് കഴിച്ച് നോക്കാം. ഇത് സ്പെഷ്യലായിട്ടും വെജിറ്റേറിയൻസ് ഞാൻ ഉണ്ടാക്കിയാണ്. ഇതിന് റെസിപ്പീസ് ഞാൻ അടുത്ത് തന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ മീൻ, ഓ എൻ്റെ പൊന്നോ, ഇത് ഞാൻ ഉച്ചക്കത്തെ മീൻ വറുത്തുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് ഒരു പീസ് അങ്ങനെ കഴിച്ചിരിക്കും, അത് നിർബന്ധ. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും എൻ്റെ സാലറി എത്രയാണ്. കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പക്ഷേ എക്സാക്റ്റ് സാലറി ഞാൻ പറയണില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങളാരും ഞെട്ടരുത്. നമ്മ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഏതാണ്? നിങ്ങൾക്കറിയാവുന്നത് താജ് ആയിരിക്കും. ഓക്കെ, താജ് റെസിഡൻസി, താജ്. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഡബിള് എനിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അത്രയും നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഡബിൾ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് പുള്ളിയുടെ അത്രയും നോളജ് ഇല്ല, പുള്ളിയുടെ അത്രയും കഴിവില്ല, പുള്ളിയുടെ അത്രയും പഠിപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ സാലറി നോക്കുമ്പോൾ അവരുടെ ഡബിൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ എന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ 1.5 ലാഖിൻ്റെ മേലെ കിട്ടുന്നുണ്ട് ഇവിടെ എനിക്ക് ഈ ഒരു പൊസിഷനിൽ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഷെഫിന് കേട്ടോ, എനിക്ക് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് എന്ത് സാലറി കിട്ടുമെന്ന്. ഷെഫുമായിരിക്കും സ്റ്റാർട്ടിങ്. ഇവിടെ എൻ്റെ കീഴെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് എനിക്ക്. അവൻ ഷെഫല്ല, അവനൊരു അസിസ്റ്റൻ്റാണ്, GS ജനറൽ സ്റ്റുവേർഡ് എന്ന് പറയും. കുക്കിംഗ് ഇല്ല അവന്, ജസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുക, കട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായാലും ഒരു 70,000 60,000 ഉറപ്പാണ് സ്റ്റാർട്ടിങ് കേട്ടോ. നമ്മുടെ നാട്ടിലേ ഇതുപോലെ തന്നെ ട്രെയിനിങ് ഷെഫുമാർക്ക്, ട്രെയിനിങ് കുക്കുമാർക്ക് ഞാൻ പോയതാണ് ചുമ്മാ ഒന്ന് ട്രെയിനിങ്ങിന് പണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 3000 രൂപയാണ്. 3000 രൂപ. പിന്നെ ഞാൻ ഹോട്ടലിൽ ചെന്നായിരുന്നു പണി പഠിക്കാനുണ്ട്. ഞാൻ ക്രൂസിൽ വർക്ക് ചെയ്തായിരുന്നെങ്കിൽ കോണ്ടിനെൻ്റലായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. ഈ ഇങ്ങനത്തെ ഇന്ത്യൻ ഡിഷസ് അറിയില്ലായിരുന്നു. പക്ഷേ ഈ കമ്പനിയിൽ വരുമ്പോൾ ഇന്ത്യൻ ഡിഷസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണമെന്ന് കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ. ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കാൻ പഠിക്കാനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പേര് വേണമെങ്കിൽ പറയാം, ഇന്ദ്രിയ ഹോട്ടൽ, ക്ലബ് മഹേന്ദ്രയുടെ 5 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ ചെന്നായിരുന്നു. ഞാനപ്പം ക്രൂസിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊറോണക്ക് തൊട്ട് മുമ്പ് അടുത്ത എക്സിക്യൂട്ടീവ് ഷെഫിനോട് ഞാൻ കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ത്യൻ ഫുഡ് ഒന്ന് പഠിക്കണം മേരാകും. ഞാൻ ഈ ഷിപ്പിൽ വർക്ക് ചെയ്യണം, പഠിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ശമ്പളം ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ഓക്കെ, മലയാളിയാണ്, ഓക്കെ പഠിക്കുക, കുഴപ്പമില്ല. HR മാനേജറോടൊന്ന് പുള്ളിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഏട്ടൻ കണ്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ. അപ്പം എൻ്റെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ എനിക്ക് സാലറി വേണ്ട, എനിക്ക് അവിടെ പഠിച്ചാൽ മതി, ജസ്റ്റ് അവിടെ വന്നിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ഫ്രീ ടൈമിലേ ഞാൻ വരുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ വെക്കേഷൻ ടൈം ആയിരുന്നു.
ഞാൻ ഫ്രീ ടൈമിൽ വന്നിട്ട് ഞാൻ പഠിച്ചോളാം, എനിക്ക് സാലറി ഒന്നും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റൂല, അതാണ് ഇതാണ് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട് മറ്റേ മറിച്ചാണ്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരാളാണ്. സാലറി വേണ്ട, കോണ്ടാക്റ്റ് ഒന്നുമില്ല, ഒരു ഇതിൽ. അപ്പോൾ അവർക്ക് വേറൊരു ഭയമുണ്ട്. അവർക്ക് ഭയം എന്താ കാര്യം എന്ന് അറിയാം, ഞാനിപ്പം മിക്കവരിക്കും നമ്മുടെ ഷെഫുമാരിക്കും മിക്കവരിക്കും നാട്ടിലത്തെ എങ്ങനെയാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞാലും കപ്പലിലോട്ട് വരാം. സിമ്പിളാണ്, പക്ഷെ ആർക്കും അറിയില്ല. അവർ ഹോട്ടൽ മാനേജ്മെൻറ്റ് നേരെ ഹോട്ടലിൽ ജോലി ചെയ്യും, 5 സ്റ്റാർ ഹോട്ടലിൽ 5000, 10000, 15000 പക്ഷെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം നിങ്ങൾക്ക് ഹോട്ടലിൽ ട്രെയിൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നേരെ 50,000 നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സാലറി കപ്പലിൽ കിട്ടുന്നുണ്ട്. അതെന്താ നിങ്ങൾ ആരും തിങ്ക് ചെയ്യാത്തത്? അപ്പം ഇത് HR മാനേജറിന് അറിയാം. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഈ ട്രെയിനീസിനാണ് അന്ന് അവർ 4000, 5000 ഉണ്ട് ആ ട്രെയിനീസിന് കൊടുക്കണം. ഇവരെ ഞാൻ കപ്പലിലോട്ട് ഇങ്ങനെയാണ് കപ്പലിലോട്ട് പോകേണ്ടത്, ജോലിക്ക് ഇത്ര സാലറി ഉണ്ടെന്നൊക്കെ ഞാൻ പറയൂല, എന്നോട് ചോദിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഞാൻ ഇവരെയൊക്കെ പിറക്കിയിട്ട് കപ്പലിലോട്ട് കൊണ്ടുപോയാലെന്നൊരു പേടി ആ HR മാനേജർ ഉണ്ടായി. പക്ഷേ എക്സിക്യൂട്ടീവ് ഷെഫിന് ആ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പം എന്നിട്ട് എന്നോട് പറ്റൂല എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ റെഫറൻസിലൊക്കെ അവിടെ കയറായിരുന്നു, നമ്മുടെ കൂട്ടുകാരന്മാരും പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് ഞാൻ ഡയറക്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ റെഫറൻസ് കയറിയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വേറൊരു ഹോട്ടലിൽ കയറി, വീടിൻ്റെ അടുത്തുള്ള തന്നെ. ഞാൻ പഠിക്കുകയും ചെയ്തു, നല്ലൊരു ഷെഫായിരുന്നു അവിടുത്തെ. അപ്പോൾ ഇതുപോലെ നിങ്ങളറിയാത്ത ഇഷ്ടംമാര് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടണമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുക, അറിയാം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ആൾക്കാർ പറയുമ്പോൾ ലിസൺ ചെയ്യാം. നിങ്ങളൊരു ബാറിൽ നിൽക്കണം ബാർടെൻഡറാണോ, നിങ്ങളൊരു വെയിറ്ററാണോ, നിങ്ങളൊരു ഡിഷ് വാഷറാണോ, പിസ്സ ഹട്ടിൽ, KFCയിൽ, ലുലു മാളിലൊക്കെ വർക്ക് ചെയ്യണവർ പ്രത്യേകം ഈ വീഡിയോ കൊണ്ടു. നിങ്ങൾ അവിടെയൊക്കെ പാത്രം കഴുകണ ജോബായാലേ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ജോബാണത്. നിങ്ങൾക്കില്ലേ, നിങ്ങൾ അവിടെ വർക്ക് ചെയ്താൽ 10000 രൂപ കൂടിയൊന്ന് കിട്ടും, 30,000, 10,000-20,000 രൂപ കൂടിയൊന്ന് നിങ്ങൾക്ക് കിട്ടും. ഏത് അത്രയും കൊല്ലം പണിയെടുത്താലും. അത് നിങ്ങൾക്ക് നേരെ കപ്പലിലൊരു വേക്കൻസി ഉണ്ട്, അറിയോ? നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 70,000 രൂപ കിട്ടും. സ്റ്റാർട്ടിങ് ഈ ഡിഷ് വാഷേഴ്സ് സ്റ്റ്യൂവേർഡുമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, അതറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൊരു പീസും കൂടി എടുത്തായിരുന്നു. ഇതപ്പോൾ അറിയാം, അതെ എല്ലിൻ്റെ അടുത്തുള്ള പീസിനൊക്കെ പ്രത്യേക ഫ്ലേവറായിരിക്കും. പറഞ്ഞ് മട്ടൻ തീർന്നു പോയിട്ടാ. ദേ അവസാനം കുറച്ച് ഉരുളക്കെങ്ങും അവസാനത്തെ റിബും കൂടി ഉണ്ട് ബാക്കി നമ്മുടെ കയ്യിൽ. കണ്ട റിബ് കഴിക്കണല്ലേ പൊളി കുത്തിയേക്കാം. റോസ്റ്റഡ് ബ്രൊക്കോളിയും പൊട്ടറ്റും കൂടി ഒരു സംഭവമുണ്ട്, നല്ല ഹെൽത്തിയാണ്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് റെസിപ്പിയും കാര്യങ്ങളും അറിയാണ്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം. പൊളി ഫ്ലേവറാണ്. നെയ്യും ബട്ടറും കശുവണ്ടിയും കശുവണ്ടി അരച്ചതും തേങ്ങാപ്പാലും എല്ലാ സംഭവത്തിൻ്റെ ഒരു അടിപൊളി മിക്സ് കൂട്ടാണത്. അപ്പോൾ ആരും വിഷമിക്കേണ്ട, നാട്ടിൽ ഇങ്ങനെ കുറവ് സാലറിയിൽ വലിയ വലിയ ഹോട്ടലിൽ വർക്ക് ചെയ്യണ എല്ലാവർക്കും ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളി കരിയർ, നല്ല സാലറി, 50,000 എബോവ് നല്ല സാലറി ഉണ്ടാവും. പിന്നെ ഓരോ കൊല്ലം കഴിയുന്നതോറും നിങ്ങൾക്ക് ഒരു 1 lakh 2 lakh വരെ സാലറി കിട്ടുന്ന അത്ര സ്കീമാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് ഹോട്ടലിൽ വർക്ക് ചെയ്യണവരിക്കുക, വീട്ടിൽ കഴിഞ്ഞവരിക്കുക, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. പിന്നെ ഇത് ജോലിയുടെ കേസ്, അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ ഇടുന്നുണ്ട്. എല്ലാവരും പോയി കാണാം, അതും കൂടി കാണണം കേട്ടോ. നോ വയറിന്നറിഞ്ഞ് അടിപൊളി. അവസാനം ഈ തൈരും കൂടി കൂട്ടിയിട്ടില്ലേ. ഇതിൻ്റെ റെസിപ്പി ആണോ നമ്മുടെ ചാനലുണ്ട്, പൊളി സാധനമുണ്ട്, നല്ല തിക്നെസ് ഉണ്ടോ തൈരും. നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ മട്ടൻ്റെ ഒക്കെ അടിപൊളി കുക്കിംഗ് വീഡിയോസും കപ്പലിൽ നടക്കണ റെസിപ്പീസും കപ്പലിൽ ഞാൻ ചെയ്യുക കുക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് ബോൺവിറ്റയും കൂടി അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കുടിച്ചിട്ട് ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം.
പൊളി സ്വർഗം മച്ചാനെ സ്വർഗം.